നമസ്കാരം. ബി.ജെ.പിക്കാർ യു.പിയിൽ നിന്നൊരു അഘോരിയെ തലസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് മിണ്ടാതിരിക്കാൻ പറ്റും. അവരും ഇറക്കിയ ഒരു അഘോരി. ഇതേ നോക്കിയേ, അത് പാലക്കാട് വനാന്തരങ്ങളിൽ നിന്നുള്ള ഒരു അഘോരിയാണ് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. അവസാനം ആ അഘോരിക്ക് നാണം മറയ്ക്കാൻ കൈപ്പത്തി ഉപകാരപ്പെട്ടു. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒക്കെ അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കോൺഗ്രസ് ഇതുവരെ ഭരണപക്ഷത്തായിട്ടില്ല, പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പലയിടങ്ങളിലും അഘോരിക്കളിയാണ് മൊത്തത്തിൽ. അതായത് പാലക്കാട് ഒരിടത്ത് ഒരു പ്രത്യേക നേതാവിൻ്റെ കീഴിൽ അഘോരികളുടെ ഒരു മേള തന്നെ നടക്കുകയാണ്. പല വീടുകളിലും ഒന്ന് സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ അഘോരികളെ കൊണ്ടൊരു നിവർത്തിയില്ല. രാത്രി എങ്ങാനും സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ആ ബോസിന്റെ കീഴിലുള്ള അഘോരികളെ അപ്പം തന്നെ കൈയോടെ പിടിക്കേണ്ടി വരും. കാര്യം ഈ അഘോരികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ വനാന്തരങ്ങളിലും വലിയ തപസ്സിലൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ ഒരു ഇക്കാൻ്റെ അഘോരികൾ എന്ന് പറഞ്ഞാൽ അവരുടെ തപസ് എന്ന് പറഞ്ഞാൽ പല വീടുകൾ കേന്ദ്രീകരിച്ചാണ്. ഇരുട്ടങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ രൂപത്തിൽ അഘോരികൾ നൂൽബന്ധമില്ലാതെ പലർക്കും ദർശനം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങും. അവർക്ക് ദർശനം കൊടുക്കാൻ തയ്യാറാകാത്ത ആൾക്കാരെ നേരിട്ട് പോയി കതക് ചവിട്ടി തുറന്ന് ദർശനം കൊടുത്ത് അവർ പീഡനം നടത്തി ഗർഭഛിദ്രം നടത്തുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അഘോരികൾ അങ്ങ് യു.പിയിൽ മാത്രമല്ല, പാലക്കാട് യൂത്ത് നേതാവായിട്ടുള്ള ഒരു ഇക്കാനെ കേന്ദ്രീകരിച്ച് നിരവധി അഘോരികൾ പാലക്കാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വളർന്നു വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ആ ഫ്ലവർ വേസ് വെച്ച് മറച്ചിരിക്കുന്നത്. നമ്മൾ തലസ്ഥാനത്ത് വന്ന അഘോരിക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന മുതലാളി തലകുനിഞ്ഞിരിക്കുമ്പോൾ നാണം മറയ്ക്കാൻ ഒരു ഫ്ലവർ വേസ് ഉപയോഗപ്പെടുത്തിയ പോലെ തന്നെ ഇപ്പോൾ കൈപ്പത്തി ചിഹ്നം നമുക്ക് നാട്ടിൽ പലയിടങ്ങളിലും കോൺഗ്രസിൻ്റെ അഘോരികളുടെ നാണം മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.